Guys, currently I'm standing in KH Hotel. So it's a very famous hotel in social media and all because of the charity works and the tasty food. So they are providing food in a reasonable rate, actually less than reasonable rate. You should definitely come and try at this hotel. It's in Trivandrum and it's so opposite to the new Lulu Mall which they are building. So you should definitely come and try. Let's move into the hotel. നമസ്കാരം ചേട്ടാ, ഞങ്ങളിപ്പോൾ ഉള്ളത് കെ എച്ചിലാണ്. അപ്പം കെ എച്ചിൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആയ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേരെന്ത് ചേട്ടാ? അപ്പം ചേട്ടാ, ഞങ്ങളിപ്പോൾ 12 മണിക്കാണ് അതിന് ഓപ്പണിംഗ് ടൈം. അപ്പോൾ ഈ 12 മണിക്ക് കിട്ടുന്ന സംഭവങ്ങളും പിന്നെ ഇവിടുത്തെ ഉള്ള വെറൈറ്റികളും എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 12 മണിക്ക് ഊണുണ്ട്, ബിരിയാണി ഉണ്ട്, സീ ഫുഡ് എല്ലാം കാണും. ഒരു 12 ഐറ്റം ഇന്നും കാണും. വെണ്ണമക്കായ, ഞണ്ട്, കൊഞ്ച്, കണവ, നെമ്മീൻ, ചൂര, അയല, കൊഴിയ, അങ്ങനെ ഒരു 12 ഐറ്റം എപ്പോഴും കാണും. പിന്നെ ചിക്കൻ ബിരിയാണി, പോത്ത് ബിരിയാണി, മട്ടൻ ബിരിയാണി. അതാണ് ഉച്ചക്ക്. പിന്നെ ക്ലോസ് ചെയ്യുന്ന ഉച്ചയ്ക്ക് രാത്രിയാണ് ക്ലോസിങ്. രാത്രി ത്രൂ ഔട്ട് ചെയ്താൽ വൈകുന്നേരം 4 മണി വരെ, ഒരു 3:30-4 മണി വരെ ഊണ് കാണും. പിന്നെ വൈകുന്നേരം വന്നിട്ട് പോത്തുകിഴി, അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റം ഉണ്ട്. 6 പാക്ക്, ബാഹുബലി, തീവണ്ടി, കുറെ ഐറ്റം ഉണ്ട്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വെച്ചേക്കുന്നത്. കുറവാണ്. സാധാരണക്കാരനും വന്ന് കഴിക്കണം. അതെ, ഇത് ഞങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ക്ലിക്കായി നിൽക്കുന്ന ഒരു ഇതാണ് KH. ഞങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം ചേട്ടൻ ഇത് തുടങ്ങിയ എപ്പോഴാണെന്നൊന്ന് പറയാമോ? 2016 തുടങ്ങി. ഇപ്പം ചേട്ടനാണോ എൻ്റെ ഓണർ അതോ? എൻ്റെ ഫാദറാണ് ഓണർ, ഞാൻ സഹായിക്കും. ഓക്കെ. ഇപ്പോഴത്തെ ജനറേഷൻ വന്നിട്ട് എല്ലാം എന്തോ ഫാസ്റ്റ് ഫുഡ് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും നമ്മുടെ രുചികൾ അറിയണം. അതെ, നാടൻ, കെമിക്കലൊന്നും ഇല്ലാതെ. മയോണൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് മറ്റേ ഇതുണ്ട്, സോയ സോസ്, അങ്ങനെയുള്ള ഈ കളർ, അങ്ങനെയുള്ള ഈ പിള്ളേരെ ആകർഷിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് നാടൻ രുചിയാണ്. ഇത് ഈ കടയെന്ന് പറഞ്ഞാൽ കൂടുതലും കാണാം ഇപ്പം ട്രഡീഷണൽ രീതിയിലാണ് പണിഞ്ഞേക്കുന്നത്. എൻട്രൻസും ഇനി ഇത് റിനോവേറ്റ് ചെയ്യാനുള്ള ഇതുണ്ടോ അതോ? അല്ല, ഇനി ഒരു ഇത് നമ്മൾ റെന്റാ പ്ലോട്ട്. ഇനി റിനോവേഷൻ ഇല്ല. എല്ലാ ആംബിയൻസും, മിനിമം ആംബിയൻസ്, നല്ല ഭക്ഷണം, നല്ല അന്തരീക്ഷം. ഈ വണ്ടി വെച്ചേക്കുന്ന ഉദ്ദേശം എന്താണെന്ന് പറയാമോ? വണ്ടി എന്ന് പറഞ്ഞത് നമുക്ക് വണ്ടിക്ക് പൈസയായിരുന്നു. നേരത്തെ ഇതിന്റെ ഒരു കേരള യൂസ്ഡ് കാർ എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വണ്ടി ഒരു എന്താണ്, വണ്ടി പ്രാന്തരാണ്. അത് ശരി. അപ്പം താങ്ക് യു ചേട്ടാ.
ചേച്ചിയാണ് എടുത്ത് കൊടുക്കുന്നത്. ഞാൻ തന്നെ ചേച്ചി ഇപ്പോൾ എത്ര ആളാണ് ഇവിടെ? ഞാൻ ഈ കട തുറന്നപ്പോഴേ വന്ന് 4 വർഷമാകാൻ പോകുന്നു. അത് ശരി. കേരള ഹോട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ സാറുമായിട്ട് ബന്ധമുണ്ട്. ബിസിനസ് വേറെ ബിസിനസ്സുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് അടുത്തിട്ട് ഒരു 8 വർഷത്തോളം ആകുന്നുണ്ട്. അത് ശരി. കാര്യം ഞങ്ങൾക്ക് വേറെ ബിസിനസ് ഉണ്ടായി. നല്ലൊരു മനുഷ്യനാണ്. കാര്യം എല്ലാവരും മനുഷ്യൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്.
പ്രധാനപ്പെട്ട ഉച്ചയ്ക്ക്. വൈകുന്നേരം അത് വേറെ ചിക്കനും ബീഫിൻ്റെ ഒക്കെ ഉള്ള ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ള വൈകുന്നേരമാണ്. വെറൈറ്റി. ഉച്ചയ്ക്ക് മീനുകൾ മാത്രം, ഏകദേശമുള്ള എല്ലാ മീനുകളും ഇവിടെ വരും. നാടൻ ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. നാടൻ ഭക്ഷണങ്ങൾ സദ്യ പോലെയാണ്. ഇലയിട്ട് 10 കറിയാണ്. 10 കറി, 4 ലിറ്ററാണ് കപ്പ എല്ലാം. സമ്മന്തി, തോരൻ, കിച്ചടി, 4 ഒഴിക്കാനുണ്ട്. അത് ശരി. പിന്നെ ചിപ്പി, ഞണ്ട്, കനവ, കടലിലുള്ള മീനുകൾ ഏകദേശം എല്ലാം ഉണ്ട്. എല്ലാം വൈകുന്നേരം പിന്നെ കിഴി ഐറ്റംസ് ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഇവിടെ. പോത്തിലി, ചിക്കൻ കിഴി, ഇട്ടിമാണി, പിന്നെ ഫുൾ ചിക്കൻ, ചിക്കൻ ദോശ, ഇപ്പം മട്ടനുണ്ട്, പിന്നെ ചിക്കൻ്റെ കുഞ്ഞു കോഴി വറുത്ത ഒരു ലാല എന്നുള്ള പേര്, പിന്നെ ബോൺലെസ് ആക്കിയിട്ട് അതൊരു കൂട്ടുണ്ട്, മിറാഷ് എന്ന പേരിലുണ്ട്. അതൊരു പ്രത്യേക വിഭവമാണ്. ചിക്കൻ ദോശയുണ്ട്, വലിയൊരു ദോശ കഴിക്കാം. പിന്നെ പൊറോട്ട, അപ്പം, ഇടിയപ്പം, പത്തിരി എല്ലാം ലൈവാണ്. ഇടിയപ്പമൊക്കെ ലൈവാണ്. ഏറ്റവും മെയിനായിട്ട് പോകുന്ന സാധനം എന്തോ ഇവിടെ? അതുപോലെ എല്ലാത്തിനും ഓരോ ആൾക്കാരുണ്ട്. 6 പാക്ക് കഴിക്കാനായിട്ടുള്ള ആൾക്കാർ അനേകമാണ്. അത് ശരി. പിന്നെ കിഴിയാണ് ഏറ്റവും അധികം ഇപ്പം വെറൈറ്റി. 3 ഐറ്റം കിഴികളാണ്. ഇട്ടിമാണി എന്നൊരു കിഴിയുണ്ട്. അത് ബീഫും ചിക്കനും വെച്ചാണ് ചെയ്യണത്. അത് ശരി. ചിക്കൻ ദോശ കഴിക്കാനുണ്ട്. ചിക്കൻ്റെ കട്ട് പീസുണ്ട്, ലെഗ് പീസ് മാത്രം. പോത്ത് റോസ്റ്റ് പ്രധാനപ്പെട്ടതാണ്. നാടൻ കോഴി പെരട്ടുണ്ട്. മട്ടൺ ചാപ്സ് ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താണ്? ശശി. ശിവപ്രസാദ് എന്നുള്ളതാണ്. ശശി.